الحمدلله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഞങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ കൂടിയിരിക്കുന്ന ആളുകളിൽ, സ്വഹാബികളിൽ 10 ആളുകളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ വലിയ ഒരു സ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മഹാന്മാരായ സ്വഹാബികൾ, അവരാണ് അശ്റത്തുൽ മുബശ്ശിരീൻ. അവരല്ലാത്ത പലരും സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ 10 പേർക്ക് പ്രവാചകൻ പ്രത്യേക സ്ഥാനം നൽകി എന്നുള്ളതാണ്. അവരെ മുഖത്ത് നോക്കി തന്നെ, അവരെ മുമ്പിലിരുത്തി തന്നെ പേരെടുത്ത് പറഞ്ഞ് അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. പ്രവാചകൻ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് പറഞ്ഞു, അശ്റത്തും ഫിൽ ജന്ന, 10 ആളുകൾ സ്വർഗത്തിലാണ്. അപ്പോൾ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് സ്വഹാബികൾക്കല്ല. സ്വഹാബി ആയ സഈദ് ബിൻ സെയ്ദ് അദ്ദേഹം താബഈകൾക്കാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. താബഈങ്ങളായ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, സംഘം ഇരിക്കുന്നതിനിടയിൽ അവർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഈദ് ബിൻ സെയ്ദ്. അപ്പോൾ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അശ്റത്തും ഫിൽ ജന്ന, 10 ആളുകൾ സ്വർഗത്തിലാണ്. അബൂബക്കർ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്. ഉമറും ഫിൽ ജന്ന, അതുപോലെ തന്നെ അലി ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, സുബൈർ വ ത്വൽഹ വ അബ്ദുറഹ്മാൻ വ അബൂ ഉബൈദ വ സഅദ് ബിൻ അബി വഖാസ്, ഇത്രയും ആളുകൾ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തപ്പോൾ താബിഈകളായ ആളുകൾ ആ പേരെടുത്ത് പറഞ്ഞ ആളുകളെ എണ്ണാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുബൈർ, ത്വൽഹ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ ഉബൈദ, സഅദ് ബിൻ അബി വഖാസ്. പക്ഷെ 9 ആയിട്ടുള്ളൂ. 10ാമത്തെ ആളുടെ പേര് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തില്ല. അപ്പോൾ ആ ഇരിക്കുന്ന സദസ്സിലെ താബിഈകൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് ആ 10ാമത്തെ ആളിൻ്റെ പേര് പറയണം എന്ന് പറയാം. പക്ഷേ ഈ 10ാമത്തെ ആളുടെ പേര് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നില്ല. അവർ പറഞ്ഞു, നൻഷുദുക്കല്ലാ യാ അബാ ഔർ മനിൽ ആഷിർ,
അള്ളാഹിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞേ പറ്റൂ, ആരാണ് ഈ 10ാമത്തെ ആൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നശത്തുമൂനി ബില്ല, നിങ്ങൾ അള്ളാഹുവിനെ പിടിച്ച് എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു, അബുൽ അഅ്വർ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10ാമത് എണ്ണി പറഞ്ഞത് എന്ന് അദ്ദേഹം പറയാം. അപ്പോൾ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് താങ്കൾ സ്വർഗത്തിലാണ് എന്ന്. പക്ഷെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വന്തം പേര് അദ്ദേഹം പറയാൻ മടിച്ചു. അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞത്, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് താൻ എന്നുള്ള ഏറ്റവും വലിയ ഒരു മുസ്ലിമിന് കിട്ടാവുന്നതിൽ വെച്ച്, ഒരു വിശ്വാസിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനം, ഏറ്റവും വലിയ പ്രസിദ്ധി, അദ്ദേഹം അത് ആഗ്രഹിച്ചില്ല. അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ നാമം ഒഴിവാക്കിയിട്ട് ബാക്കി 9 പേരെയും പറഞ്ഞു. അതായിരുന്നു സ്വഹാബികളുടെ, പ്രത്യേകിച്ചും വിശ്വാസികളിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചിരുന്ന, സ്വർഗം ഉറപ്പുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തികളുടെയൊക്കെ സ്വഭാവം. അവരാരും പ്രസിദ്ധരാവാൻ വേണ്ടി, ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ അവരാഗ്രഹിച്ചിരുന്നില്ല. അവർ ശുഹ്റത്ത് ഇഷ്ടമില്ലാത്ത വ്യക്തികളായിരുന്നു. നിങ്ങൾ നോക്കൂ, അതേ ഇനത്തിൽ തന്നെ പെടുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മകൻ ഉമർ, അദ്ദേഹം മക്കയിൽ പോയി അവിടുത്തെ രാഷ്ട്രീയ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനിടയിൽ ഉപ്പായെ കാണാൻ വേണ്ടി തിരിച്ച് പോവുകയാണ്. അദ്ദേഹം തിരിച്ചു പോകുന്നതിനിടയിൽ അദ്ദേഹം ഉപ്പയെ കാണുന്നത് ആടിനെ മേയ്ച്ച് ഏതോ ഒരു ഗ്രാമത്തിൽ മൂലയിൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നതാണ്. അവിടേക്ക് എത്തിയപ്പോൾ ഉപ്പയോട് മകൻ ചോദിക്കുന്നുണ്ട്, യാ അബ, അലയോ ഉപ്പ, അറളീത അൻ തകൂന അറാബിയൻ ഫീ ഗനമിക്, താങ്കളൊരു ഗ്രാമീണനായ അറബിയായി ആടിനെയും മേയ്ച്ച് ഇവിടെ ജീവിക്കാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? വന്നാസു യതനാസഊന ഫീ മുൽക്കിൽ ബിൽ മദീന, മദീനയിൽ ആർക്ക് അധികാരം വേണമെന്ന ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്രയും വലിയ സ്ഥാനമുള്ള, ഇത്രയും വലിയ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട താങ്കൾ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? എന്തുകൊണ്ട് താങ്കളുടെ നാമം അവിടെ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിൽ സജീവമായി താങ്കളുടെ സ്ഥാനമാനങ്ങൾ, താങ്കളുടെ വിശേഷണങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഫളറബ സഅദ് അല സ്വദരി ഉമർ, മകൻ്റെ നെഞ്ചത്ത് അടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഉസ്കുത്, നീ മിണ്ടാതിരിക്കുക. ഇന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അടിമ എന്ന് പറഞ്ഞാൽ ആ അടിമയുടെ പ്രത്യേകത അത്തഖി, അവൻ ഏറ്റവും ഭക്തനായൊരു മനുഷ്യനായിരിക്കും. ഏറ്റവും ഭക്തനായ മനുഷ്യൻ, അള്ളാഹിനെ ഒരുപാട് ഭയപ്പെടുന്ന, അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അൽ ഗനി, അവൻ ആത്മസംതൃപ്തിയുള്ളവനായിരിക്കും, എല്ലാ കാര്യത്തിലും സംതൃപ്തി ഉണ്ടാകും. അള്ളാഹ് എന്ത് നൽകിയോ അതിൽ സംതൃപ്തിപ്പെടുന്ന ഒരു അടിമയായിരിക്കും അവൻ. അവൻ്റെ മനസ്സിൽ ധന്യതയുണ്ടാകും. അൽ ഖഫീ, മൂന്നാമത്തെ, ആ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയുടെ 3ാമത്തെ വിശേഷണം അൽ ഖഫീ, അവൻ ഗോപ്യനായിരിക്കും. ആളുകൾക്ക് ചിലപ്പോൾ അവനെ അറിയലുണ്ടാവില്ല. ചർച്ചകളിൽ, സ്ഥാനമാനങ്ങളിൽ, അധികാരത്തിൻ്റെ വിഷയങ്ങളിൽ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അവൻ്റെ നാമം അവിടെ വരില്ല. അങ്ങനെ പ്രസിദ്ധി ആഗ്രഹിക്കാതെ ജീവിച്ചവരാണ് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ ഭൂരിഭാഗം. അവരിൽ പ്രസിദ്ധരായ ഒരുപാട് കഥകൾ കേട്ട സ്വഹാബികളുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ. പക്ഷെ അവരൊന്നും ബോധപൂർവം അധികാരത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പ്രവർത്തിച്ചതല്ല. അവർ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർ ഇബാദത്തുകൾ ചെയ്യുകയായിരുന്നു, അവർ നന്മകൾ ചെയ്യുകയായിരുന്നു. അതിനിടയിൽ അവർ പ്രസിദ്ധരായി പോവുകയായിരുന്നു. പ്രസിദ്ധി അവരെ പിന്തുടരുന്നതാണ്. അവരൊരിക്കലും പ്രസിദ്ധിയെയും അധികാരത്തെയും പിന്തുടർന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ, അല്ലെങ്കിൽ ഏറ്റവും ഈമാനുള്ളൊരു വ്യക്തി അതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കറിൻ്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ ഈമാൻ തുലാസിൽ നമ്മൾ അളക്കുകയാണെങ്കിൽ അബൂബക്കറിൻ്റെ ഈമാൻ മുൻതൂക്കം ഉണ്ടാകും, അതിന് ഘനം തൂങ്ങുമെന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ നാമം വിശുദ്ധ ഖുർആനിൽ എവിടെയും നമ്മൾ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്വഹാബിയുടെ പേര് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ പ്രവാചകനോടൊപ്പം അദ്ദേഹം കഴിച്ചു കൂട്ടിയ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസ്റഹുല്ലാ ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈൻ.
അള്ളാഹുവിൻ്റെ റസൂലിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് കൂടെയുണ്ടായിരുന്ന രണ്ടിൽ രണ്ടാമൻ എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചത്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല. ഇത് ഹുമാ ഫിൽ ഗാർ, ഗുഹയിലായിരിക്കുന്ന സമയത്ത് ആ രണ്ടിൽ രണ്ടാമനായ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനോട് മുഹമ്മദ് നബി പറഞ്ഞു, ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സുഹൃത്തെ നീ ഭയപ്പെടണ്ട, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. ഫഅൻസലല്ലാഹു സക്കീനത്തുഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, അള്ളാഹു അവരെ സഹായിക്കുകയും കാണാത്ത സൈന്യം കൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 40-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നുബൂവത്തിൻ്റെ ആ സമയം മുതൽ അവസാനം മരിക്കുന്നത് വരെ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ട, സ്വന്തം ധനവും ശരീരവും മക്കളും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി ത്യജിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, അനുചരൻ, സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഒരു നിലയിൽ പോലും, ഒരു അവസരത്തിൽ പോലും, ഒരു സാഹചര്യത്തിൽ പോലും അതിനുള്ള പരിഭവം നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൽ നിന്ന് കേൾക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല, ഒരു സ്വഹാബിയിൽ നിന്നും എൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലല്ലോ, എന്നെ ഒന്ന് പ്രശംസിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഖുർആനിൽ ഒരു പരാമർശമെങ്കിലും എന്നെപ്പറ്റി വന്നില്ലല്ലോ എന്ന പരിഭവം നമ്മൾ സ്വഹാബികളിൽ നിന്ന് കേൾക്കുന്നില്ല. കാരണം അവരെല്ലാം മനസ്സിലാക്കിയത്, അവരെല്ലാം ആഗ്രഹിച്ചത് പ്രസിദ്ധിയില്ലാത്ത ചെയ്ത അമലുകൾ പരലോകത്ത് മാത്രം കാണിക്കപ്പെടുന്ന ഒരു നാളെ, അതാണ് അവർ ആഗ്രഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഗ്ബത ഔലിയാ ഇൻദി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ, ആ ഔലിയാക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലമുഅ്മിനുൻ ഖഫീഫുൽ ഹാദ്, സരള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭംഗിയും സൗന്ദര്യവും പ്രസിദ്ധിയും ഒന്നും കാണൂല, വളരെ സരളമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. സു ഹല്ലിമിന സ്വലാത്ത്, പക്ഷേ ഒരുപാട് നിസ്കരിക്കുന്ന വ്യക്തിയായിരിക്കും അവൻ. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരം, രാത്രി നമസ്കാരം, ളുഹാ നമസ്കാരം, ഇങ്ങനെ എന്തൊക്കെ നമസ്കാരങ്ങളുണ്ടോ അതൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അവൻ. അഹ്സന ഇബാദത്ത് റബ്ബി, തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ അങ്ങേയറ്റം ഭംഗി, സൗന്ദര്യം അവൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വഅതാഅഹു ഫിസ്സിരി, അവൻ്റെ രഹസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിച്ചുള്ള രഹസ്യ ജീവിതമായിരിക്കും. വകാന ഗാമിളൻ മിനന്നാസ്, പക്ഷെ ജനങ്ങളിൽ അവൻ ഗോപ്യനായിരിക്കും, ആളുകൾക്കൊന്നും അത്ര പ്രസിദ്ധി അവനെപ്പറ്റി ഉണ്ടാവില്ല, അവൻ്റെ നാമം ഇങ്ങനെ ഉച്ചരിക്കപ്പെടുന്ന ആളായിരിക്കില്ല. വലാ യുഷാറു ഇലൈഹി ബിൽ അസാബിയ, വിരലുകൾ അവനിലേക്ക് ചൂണ്ടപ്പെടില്ല. എന്ത് കാര്യം വന്നാലും ഇന്ന ആള് എന്ന് പറയുന്ന കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ അവനുണ്ടാവില്ല. അവൻ്റെ കഴിവോ അറിവോ അവൻ്റെ നന്മയോ ഒക്കെ ചിലപ്പോൾ ആളുകൾ അറിയാതെ പോകും. വക്കാന റിസ്കുഹു കഫാഫൻ, കഷ്ടിച്ച് ജീവിക്കാനുള്ളതായിരിക്കും അവനുണ്ടായിരിക്കുന്ന സമ്പാദ്യം. ഫസ്വബർ അലാ ദാലിക്, അതിലവൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യും. സുമ്മനഖറബി അസ്ബഅഹി, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരലിങ്ങനെ ഞൊടിച്ചു, എന്നിട്ട് പറഞ്ഞു ഫഖാല ഉജ്ജിലത് മനിയതുഹു, അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അവൻ മരണപ്പെട്ടു പോകും. ഖല്ല ബവാക്കിഹി വഖല്ല തുറാസുഹു, അവൻ്റെ അനന്തരാവകാശ സ്വത്ത് കുറച്ചായിരിക്കും, അവൻ്റെ പേരിൽ കരയാൻ ഒരുപാട് ആളുകളുണ്ടാവില്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനുണ്ടാകും. ആ മനുഷ്യനാണ് ഔലിയാക്കളിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യത്തിലാണെങ്കിലും ഭൗതികമായ കാര്യത്തിലാണെങ്കിലും പ്രസിദ്ധിക്കും പ്രശംസക്കുമൊക്കെ പിന്നിലോടുന്ന ഒരു സ്വഭാവം നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ തേടാതെ ഇങ്ങോട്ട് വല്ല പ്രസിദ്ധിയും വരികയാണെങ്കിൽ അത് ഹലാലായ നല്ല രൂപത്തിൽ അത് വേണമെങ്കിൽ വിനിയോഗിക്കാം. അതല്ലാത്ത രൂപത്തിൽ നമുക്ക് പ്രസിദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ വിരക്തരായിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് സലഫുകൾ നമ്മളെ പഠിപ്പിച്ചത്. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇൻ ഖദിർത അൻ ലാ തഅറഫ് ഫഫൽ, നിനക്ക് പ്രസിദ്ധനാവാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യുക. വമാ അലൈക അല്ലാ തുഅറഫ്, നീ അറിയപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എന്ത് നഷ്ടമാണുള്ളത്? വമാ അലൈക അല്ലാ യുസ്ന അലൈക്, നീ ഒരു നന്മ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെട്ടില്ലെങ്കിൽ നിനക്ക് എന്ത് നഷ്ടമാണുള്ളത്? നമ്മളൊക്കെ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. പരലോകത്ത് നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ വിട്ട ഓരോ നെടുവീർപ്പും അള്ളാഹു എടുത്ത് കാണിച്ച് അതിന് നന്മ നൽകും. അള്ളാഹു നമ്മൾ അവിടെ വെച്ച് പ്രശംസിക്കും.
അതിനേക്കാൾ വലിയ പ്രശംസയും പ്രസിദ്ധിയും വേറെ എന്താണ് നമുക്ക് വേണ്ടത്? വമാ അലൈക അൻ തകൂന മദ്മൂമൻ ഇൻദന്നാസ് ഇദാ കുൻത മഹ്മൂദൻ ഇൻദല്ലാഹ്. അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ സ്തുത്യർഹനാണെങ്കിൽ, അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് മഹത്വമുണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ നമ്മൾ നിന്ദ്യരായി അല്ലെങ്കിൽ നമ്മൾ പ്രസിദ്ധരല്ലാതെ ജീവിച്ചാൽ എന്ത് നഷ്ടമാണ് നിനക്ക് വരാനുള്ളത്? സുഫ്യാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറയാണ്, കാന റജുലുൻ മിനൽ അൻസാർ യഖൂൽ, അൻസാരികളിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സ്വഹാബികളിൽ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നിങ്ങൾ നോക്ക്, അല്ലാഹുമ്മ ദിക്റൻ ഖാമിലൻ ലീ വബുനയ്യ, അല്ലാഹുവേ എനിക്കും എൻ്റെ മകനും പ്രസിദ്ധിയില്ലായ്മ നീ തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. വലാ തൻഖുസ്ന ദാലിക ഇൻദക ശൈഅ, അതേസമയം പ്രസിദ്ധിയില്ലായ്മ മൂലം നിൻ്റെ അടുക്കൽ ഒന്നും കുറയുന്ന അവസ്ഥയും ഉണ്ടാവരുത്. എല്ലാ നന്മയും ചെയ്യാനുള്ള അവസരമുണ്ടാകണം, പക്ഷേ ആ നന്മയുടെ പേരിൽ പ്രസിദ്ധി ആർജിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവർ ഒരുപാട് വർക്ക് ചെയ്തു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ പാർശ്വഫലമായി ചിലപ്പോൾ അവരിൽ ചിലർക്കൊക്കെ പ്രസിദ്ധി നേടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ പ്രസിദ്ധി ഒരിക്കലും ആഗ്രഹിക്കാതെ പ്രസിദ്ധരല്ലാതെ മരിച്ചുപോയ ഒരുപാട് സ്വഹാബികൾ, നമുക്ക് പേര് പോലും അറിയാത്ത സ്വഹാബികൾ. നിങ്ങൾ നോക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ആർക്കും അറിയില്ല, മിക്കവാറും ആളുകൾക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും പറയപ്പെടാറില്ല. പക്ഷെ അദ്ദേഹം ഷഹീദാണ്. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പലർക്കും അറിയില്ല. അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചത് അങ്ങനത്തെ ഒരു ജീവിതമാണ്. ഈ പ്രസിദ്ധി ഇല്ലായ്മയെ സ്നേഹിക്കുന്ന, അതിൻ്റെ മഹത്വം പറയുന്ന ഒരുപാട് വാചകങ്ങളും ശ്രേഷ്ഠതകളും പറയുന്ന ഒരു പുസ്തകം തന്നെ ഇസ്ലാമിക ലോകത്ത് കാണാം. ആ പുസ്തകത്തിൻ്റെ പേര് അത്തവാദു വൽ ഖുമൂൽ എന്നാണ്. ഇബ്നു അബി ദുനിയ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ മുസ്ലിങ്ങൾ പ്രസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കരുത് എന്നുള്ളതാണ്. അതിൽ പറഞ്ഞ ചില വാചകങ്ങൾ നിങ്ങൾ നോക്ക്, സലഫുകളായിട്ടുള്ള ആളുകളുടെ വാചകങ്ങൾ. സുഫ്യാൻ ഇബ്നു ഉയൈന പറയാണ്, എന്നോട് ബിശ്ർ ഇബ്നു മൻസൂർ പറഞ്ഞു, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് നീ കുറക്കുക, എങ്കിൽ പരലോകത്ത് നാണം കെടുന്നതും കുറയും. നമ്മൾ നല്ല പ്രസിദ്ധരായി ജീവിക്കുകയാണെങ്കിൽ പരലോകത്തെത്തുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കാൻ കുറേ ആളുകളുണ്ടാവും പരലോകത്ത്. എന്തായിരുന്നു ഇയാളുടെ അവസ്ഥ? അപ്പോൾ പ്രസിദ്ധി ഇല്ല എങ്കിൽ അതിൽ സന്തോഷിക്കുക, പ്രസിദ്ധി ഉണ്ടെങ്കിൽ പേടിക്കണം, പരലോകത്ത് അപമാനിതരാവാൻ സാധ്യത കൂടുതലുണ്ട്. സമ്മാക്ക് ഇബ്നു സലമ അദ്ദേഹം പറയാണ്, മനസ്സേ ധാരാളം അനുയായികളെയും സുഹൃത്തുക്കളെയും വാരിക്കൂട്ടുന്നത് നീ സൂക്ഷിക്കുക. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ പിന്തുടരണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നതിനെ നീ അതിൽ നിന്ന് വിരക്തനായിക്കൊണ്ട് നീ ജീവിക്കുക മനസ്സേ എന്ന് മനസ്സിനോട് എപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, കൂട്ടുകാരുടെ അനുയായികളുടെ ധാരാളിത്യം മതകാര്യങ്ങളിൽ പാളിച്ച പറ്റാനുള്ള കാരണമാകും. ആളുകൾക്ക് വേണ്ടി, ഫോളോവേഴ്സിന് വേണ്ടി, റീച്ചിന് വേണ്ടി, ആളുകൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മളുടെ മതത്തിൻ്റെ ആദർശങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആളുകളുടെ സമ്മിതി ആഗ്രഹിച്ചുകൊണ്ട്, പ്രസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചാൽ. ഉസ്മാൻ ഇബ്നു സായിദ അദ്ദേഹം പറയാണ്, ഒരാൾ ധാരാളം അനുയായികളുണ്ടായാൽ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നീ കണ്ടാൽ നീ മനസ്സിലാക്കുക, അയാൾക്ക് തിന്മകൾ കൂടിക്കലരാനുള്ള സാഹചര്യം കൂടുതലായിരിക്കും. ഒരുപാട് തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ആളുകളെയൊക്കെ പരിഗണിക്കണ്ടേ, എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് കൂടുതൽ തിന്മ ചെയ്യാൻ സാധ്യതയുണ്ട്. അബുൽ ആലിയ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 3-ൽ കൂടുതൽ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അബൂബക്കർ അയ്യാഷ് അമശിനോട് ചോദിക്കുകയാണ്, ഇബ്രാഹിം അന്നഖഈ എന്ന് പറയുന്ന വലിയ ഹദീസ് പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്ര പേര് ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 4-5 പേർ. അതിലധികം ആളുകളായാൽ അദ്ദേഹം അറിവ് എഴുതിയിട്ട് അത് വായിച്ചോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു എന്നാണ്. അപ്പം അത്രയും അവർ പ്രസിദ്ധിയെ പേടിച്ചിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ഉണ്ടായാൽ ഉണ്ടാക്കാം. നമ്മൾക്ക് എന്തൊക്കെ കാര്യത്തിൽ പ്രസിദ്ധമാവണോ, എത്ര ഫോളോവേഴ്സ് ഉണ്ടാക്കണോ, അതിനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം. എല്ലാവർക്കും പ്രസിദ്ധി ആർജിക്കാം. പണ്ടൊന്നും അങ്ങനെയല്ല, നമുക്ക് പ്രസിദ്ധിയാവണമെന്ന് ആഗ്രഹിച്ചാലും നടക്കാത്തൊരു കാലമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരുടെയും ആർക്കും കാണാവുന്ന രൂപത്തിൽ നമ്മളുടെ കാര്യങ്ങൾ പരസ്യപ്പെടുത്താനും പ്രസിദ്ധി നേടാനുമുള്ള അവകാശമുള്ള, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധി ഒരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ്.
മനുഷ്യന്മാർക്ക് എങ്ങനെയെങ്കിലും ക്യാമറയുടെ മുമ്പിലെത്തണം, ആളുകളുടെ മുമ്പിലെത്തണം, എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ ഞാൻ ചർച്ച ചെയ്യപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും കാണണമെന്നുള്ളത് അഡിക്ഷനായി മാറിയിരിക്കുകയാണ്. ആ അഡിക്ഷൻ്റെ പേരിൽ ഈ ലോകത്ത് എല്ലാ തിന്മകളും ചെയ്യുന്ന, എല്ലാ തിന്മകൾക്കും പിന്നിലോടുന്ന ഒരു സമൂഹമായി കൊണ്ട് മാറിപ്പോയിരിക്കുകയാണ്. അത് മതമേഖലയിലുമുണ്ട്. പ്രസിദ്ധിക്ക് വേണ്ടി മതത്തെപ്പറ്റി ഒരു അറിവുമില്ലാത്ത മനുഷ്യന്മാരും ദീനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും വലിയൊരു മുഫ്തി, യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ഫോളോവേഴ്സുള്ള, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു മനുഷ്യൻ, അയാൾ മതത്തെ പറ്റിയിട്ടും മതപണ്ഡിതന്മാരെ പറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ അഭിപ്രായങ്ങൾ പറയാണ്. ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരൊക്കെ പറ്റിയിട്ട് അഭിപ്രായം പറയലും ഫത്വ കൊടുക്കലുമാണ് അദ്ദേഹത്തിൻ്റെ പണി. ഈ വ്യക്തി ആര് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇസ്ലാമും ആരോഗ്യവും പറഞ്ഞുകൊണ്ടാണ്. ഒരു ജിം ടീച്ചറാണ്. ജിമ്മിൽ എങ്ങനെ നമ്മൾ കട്ടെടുക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ ഇടയ്ക്ക് ഇസ്ലാമൊക്കെ ഇങ്ങനെ പറയും, ആരോഗ്യം ശ്രദ്ധിക്കൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ കാര്യമാണെന്നൊക്കെ പറയും. ആളുകളൊക്കെ അപ്പോൾ ഇസ്ലാം പറയുന്നത് കേട്ടപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ആ മനുഷ്യനെ കാണുന്നത് ഒരു ജിം ടീച്ചറായിട്ടല്ല, ലോകത്തെ ഏറ്റവും വലിയൊരു പണ്ഡിതനായി ഫത്വ കൊടുക്കുന്ന വ്യക്തിയായിട്ട് അയാൾ മാറുകയാണ്. എന്തെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടോ, ഇസ്ലാം പഠിച്ചതിന് എന്തെങ്കിലും ഒരു രേഖയുണ്ടോ? ഒന്നുമില്ല. നേരെ മറിച്ച് എല്ലാ അറിവുമുണ്ട് എന്ന രൂപത്തിൽ ഇതാ ഉസ്നിദൽ അമ്രു ഇലാ ഗൈരി അഹ്ലിഹി. അന്ത്യനാളിനെ പറ്റി പ്രവാചകൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, റുവൈബിളകൾ ഇറങ്ങും. റുവൈബിളകൾ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന, യാതൊരു വിധത്തിലും തൻ്റെ മേഖലയല്ലാത്ത കാര്യത്തിൽ സംസാരിക്കുന്ന ആളുകൾ വരും. രാഷ്ട്രീയത്തിൽ വരും. രാഷ്ട്രീയത്തെപ്പറ്റി ഒരു പിടിപാടും ഉണ്ടാവില്ല. പക്ഷേ ചാനൽ ചർച്ചയിൽ പ്രശ്നമുണ്ടാക്കുക, കലഹമുണ്ടാക്കുക, അവിടെ നിറഞ്ഞു നിൽക്കുക എന്നത് മാത്രം. ഒരു തർക്കമുണ്ടാക്കിയാൽ അവൻ അറിവുള്ളവനാണ്, അവൻ അതിൽ പിടിപാടുള്ളവനാണ് എന്ന രൂപത്തിലേക്ക് മാറിപ്പോകുകയാണ്. ഇതിനൊക്കെ കാരണം യഥാർത്ഥത്തിൽ നമ്മളാണ്. എന്തെങ്കിലും ഒരു ചൂടേറിയ ചർച്ചയാണ് നമുക്കിഷ്ടം. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ ഒരുപാട് വീക്ഷിക്കുകയാണ്, നമ്മൾ ലൈക്ക് അടിക്കുകയാണ്, നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെ പ്രസിദ്ധിയെ വളർത്തുന്ന രൂപത്തിലേക്ക് മുസ്ലിം സമൂഹം ആയ നമ്മൾ ഒരിക്കലും കാരണമായി പോകരുത്. നമ്മൾ ഒരിക്കലും ഈ പ്രസിദ്ധിയെ പരിഗണിക്കുകയും അതിനെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാവരുത്. തർക്കം മാത്രമുള്ള, കണ്ടന്റില്ലാത്ത, കാര്യമില്ലാത്ത ചർച്ചകൾ അവഗണിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം. നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഓടാൻ പാടില്ല. അത് മതപരമായ കാര്യത്തിലാണെങ്കിൽ അത് റിയ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിൽ ഒരു നന്മ ചെയ്തിട്ട്, അത് ദഅവത്താകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് പ്രസിദ്ധി ആഗ്രഹിച്ചാൽ അത് ഷിർക്കുൻ ഖഫിയാണ്, അത് ചെറിയ ഷിർക്കാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നന്മല്ല കിട്ടുന്നത്, നമ്മൾ ഷിർക്ക് ചെയ്ത് നരകത്തിലേക്ക് പോകുകയും ശിക്ഷ കിട്ടുകയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അതേസമയം ഭൗതികമായ കാര്യത്തിലാണെങ്കിലോ ലൗകികമായ കാര്യത്തിലാണെങ്കിൽ പോലും അത് ഷിർക്കല്ലെങ്കിൽ പോലും പ്രസിദ്ധി ആഗ്രഹിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ടാവും. നമ്മളൊരു കട തുടങ്ങി, അത് അഡ്വർടൈസ് ചെയ്യണം, ആളുകൾ കടയിലേക്ക് വരണമെങ്കിൽ അതിനെ പ്രസിദ്ധീകരിക്കണം. നമുക്കൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയാൽ നമ്മളുടെ കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇതാക്കിയാലേ നമുക്ക് ആ ജോലി കിട്ടുള്ളൂ. ഇങ്ങനെ അത്യാവശ്യമായ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളിൽ, അത് ലൗകികമായ കാര്യങ്ങളാണെങ്കിൽ പോലും പ്രസിദ്ധിക്ക് പിന്നിൽ ഓടുന്നത് അപകടമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. വിശന്ന ചെന്നായ്ക്കളെ ആട്ടുംകൂട്ടത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് തുല്യമാണ് ഒരു മനുഷ്യൻ പ്രസിദ്ധിയോടുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ ദീനിനെ മുഴുവൻ നശിപ്പിക്കാൻ ഈ ഒരു പ്രേരണ, ഈ ഒരു ചോദന, ഈ ഒരു അഡിക്ഷൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ മനസ്സിൽ അതിനെ വളർത്തരുത്. ഹുബ്ബുർ റിയാ നമുക്കുണ്ടാവരുത്, ഹുബ്ബുർ റിആസ നമുക്കുണ്ടാവരുത്. നേതൃത്വത്തിനുള്ള, സ്ഥാനമാനത്തിനുള്ള മോഹം അത് നമ്മൾ വളർത്തരുത്. നമ്മളെ മനസ്സിൽ ആ ഒരു മോഹം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുളയിലേ നുള്ളിക്കളയേണ്ട ഒരു മ്ലേച്ഛമായ വികാരമാണ്. ഞാൻ നേതൃത്വത്തിലുണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഹുബ്ബുർ റിയാസയുള്ള വ്യക്തികൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ചെയ്താലേ ഇത് ഭംഗിയാവുള്ളൂ, മറ്റുള്ളവർ ചെയ്താൽ അത് ഭംഗിയാവില്ല എന്ന ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവരുത്. അങ്ങനെ ചിന്തയുള്ളവർ പിൻതലമുറക്കാരെ വളർത്തില്ല, മറ്റുള്ളവർക്ക് കഴിവുണ്ടാക്കാൻ അവർ ശ്രമിക്കില്ല. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷന് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അവർ മുന്നേറാനും സഹായിക്കുന്നവരായിക്കൊണ്ട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഹുബ്ബു ശുദൂദ് നമുക്കുണ്ടാവാൻ പാടില്ല. അതും ഈ പ്രസിദ്ധി ആഗ്രഹിക്കലാണ്. ഹുബ്ബു ശുദൂദ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തനാവാനുള്ള ഒരു ആഗ്രഹം.
ഒരു 10 ആളൊരു അഭിപ്രായം പറഞ്ഞാൽ 11ാമത് ഞാൻ അതിനെതിരെ പറയാം. അപ്പോൾ ആളുകൾക്കിടയിൽ ഞാനൊരു വ്യതിരിക്തനാണ് എന്ന് വരും. അത് നമ്മൾ വസ്ത്രത്തിലുണ്ടാകും, നമ്മളുടെ കോലത്തിലുണ്ടാകും, നമ്മളുടെ സംസാരത്തിലുണ്ടാകും, നമ്മളുടെ അഭിപ്രായങ്ങളിലുണ്ടാകും. 10 ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മളൊന്ന് നോ എന്ന് പറയുക, എതിരായി നമ്മളൊന്ന് സംസാരിക്കുക. നാട്ടുനടപ്പനുസരിച്ച് ഇന്ന വസ്ത്രങ്ങളാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെതിരായിട്ട് വേറൊരു വസ്ത്രം, ആരും കാണാത്തൊരു വസ്ത്രം കൊണ്ടുവരിക. അതിലൂടെ നന്മയാണോ യഥാർത്ഥത്തിൽ മനസ്സിൽ നമ്മൾക്കുണ്ടാകുന്നത്, അതോ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു സ്പെഷ്യലാണ് ഞാൻ എന്ന ചിന്തയാണോ ഉണ്ടാകുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ്ദുനിയ, ഇഹലോകത്ത് പ്രസിദ്ധി ആർജിക്കുന്ന വസ്ത്രം ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ അൽബസഹുല്ലാഹു സൗബ മുദില്ല യൗമൽ ഖിയാമ, പരലോകത്ത് നിന്ദിക്കപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രമായിരിക്കും അവൻ ധരിക്കപ്പെടുക. അപ്പോൾ പ്രസിദ്ധി ആർജിക്കുന്ന വസ്ത്രം, ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള വസ്ത്രം, അത് ഉപേക്ഷിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മാതൃക. ഇമാം മർദാവി പറയാണ്, യുക്റഹു ലബ്സു മാ ഫീഹി ശുഹ്റ ഔ ഖിലാഫു സയ്യി ബലദിഹി മിനന്നാസ്. ഒരു നാട്ടിൽ സാധാരണ ജനങ്ങൾ ഓരോ പ്രായത്തിനനുസരിച്ചൊരു വസ്ത്രം ഉണ്ടാകും, ഓരോ നാട്ടുകാർക്കൊരു വസ്ത്രം ഉണ്ടാവും. ആ വസ്ത്രം ധരിക്കലാണ് യഥാർത്ഥത്തിൽ നല്ലത്. അല സ്വഹീഹി മിനൽ മദ്ഹബ്, മിക്കവാറും മദ്ഹബുകളുടെ അഭിപ്രായം അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഫഇന്നഹു റഅ റജുലൻ ലാബിസൻ ബുർദൻ മുഖത്തതൻ ബയാലൻ വസവാദൻ. നാട്ടിലില്ലാത്ത ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നത് അദ്ദേഹം കാണാം. മക്കയിലും മദീനയിലുള്ള മനുഷ്യന്മാർ ധരിക്കുന്ന, ഹറമിലുള്ള വ്യക്തികൾ ധരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ലഹാദ, ഈ വസ്ത്രം നീ ഉപേക്ഷിക്കണം. വൽബസ് ലിബാസ് അഹ്ല ബലദിക്, നിന്റെ നാട്ടുകാരെന്താണോ ധരിക്കുന്നത് അത് ധരിക്കുക. പാൻറ്റും ഷർട്ടാണെങ്കിൽ അത് ധരിച്ച് നടക്കുക. ഇവിടുത്തെ നാട്ടുകാർ മുണ്ടും ഷർട്ടുമാണ് ഉപയോഗിക്കുന്നത്, അത് ജനങ്ങളുമായി ഇടപഴകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. നീ മക്കയിൽ പോകുകയാണെങ്കിൽ, മദീനയിൽ പോകുകയാണെങ്കിൽ ഈ വസ്ത്രം നീ ധരിച്ചുകൊള്ളൂ. പക്ഷേ ഇവിടെ അത് ധരിക്കരുത്. കാരണം നമ്മളെ മനസ്സിൽ നമ്മളൊരു സ്പെഷ്യലാണ്, ആളുകളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ചിന്ത, അത് നമ്മളുടെ പ്രസിദ്ധിയോടുള്ള ആഗ്രഹത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് ഹുബ്ബുൽ ളുഹൂറാണ്. എപ്പോഴും ഒന്ന് പൊന്തി നിൽക്കണം, ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള അട്രാക്ഷൻ ജംഗികളായിക്കൊണ്ട് ജനങ്ങൾ മാറാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത് പോലെ എവിടെ പോയാലും ഞാൻ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ വരികയാണ്. അത് ഈ സോഷ്യൽ മീഡിയ പ്രകടനങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹജ്ജും ഉംറയും ചെയ്യുകയാണെങ്കിൽ പോലും ഓരോ തൊവാഫും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മാത്രമേ അത് എന്തോ ഒരു സേവനമാണ് എന്ന രൂപത്തിൽ വളർത്തപ്പെടുകയാണ് നമ്മളുടെ ചിന്ത. യഥാർത്ഥത്തിൽ നമ്മളുടെ ഓരോ തൊവാഫും ഓരോ സഅയും അത് അല്ലാഹ്ക്ക് വേണ്ടി തന്നെയാണോ അതോ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന് വേണ്ടിയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു ചാനൽ ചർച്ചയിൽ നമുക്ക് കഴിവില്ലാത്ത മേഖലയിലും നമ്മൾ പോയിരിക്കുകയാണ്. എന്ത് കാരണം? ആ ചർച്ചയിലും ആ മേഖലയിലും ഞാൻ തിളങ്ങുന്ന വ്യക്തിയാണ് എന്ന് പറയപ്പെടാൻ. ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ തന്നെ, അതിൻ്റെ സ്റ്റേജിൽ ഞാൻ തന്നെ വരണം എന്ന് നമുക്ക് തോന്നാണ്. ഒരു നോട്ടീസ് അടിക്കുമ്പോൾ അതിൽ എൻ്റെ പേര് ആശംസയിലെങ്കിലും ഉണ്ടാവണം, കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് എന്ന ചിന്ത നമുക്ക് വരികയാണ്. ഇങ്ങനെ അറ്റൻഷൻ ജംഗികളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ അതിന് അഡിക്റ്റ് ആവുന്ന രൂപത്തിലേക്ക് മാറാൻ പാടില്ല. നമ്മളുടെ പേര് അതിൽ വന്നാൽ, മറ്റുള്ളവർ കൊടുത്താൽ അത് നല്ലത്, അത് ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രസിദ്ധി ആഗ്രഹിക്കാതെ തന്നെ നന്മകൾ ചെയ്യുന്ന, ഗുണങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു മാസമാണ്. റമളാൻ എത്തുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുങ്ങേണ്ട ഒരു മാസമാണ്. ജനങ്ങൾ മിക്കവാറും നോമ്പെടുക്കേണ്ടതല്ലേ അടുത്ത മാസം എന്ന് വിചാരിച്ചുകൊണ്ട് പരമാവധി ഭക്ഷണത്തിലും എല്ലാം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന, മറന്നു പോകുന്ന ഇതിൻ്റെ പ്രാധാന്യം, ഇതിലെ നോമ്പിൻ്റെ പ്രാധാന്യം മറന്നു പോകുന്ന ഒരു മാസം എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. പ്രവാചകൻ ആ മാസത്തിൽ മുഴുവനും അക്സറു മിൻ ശഅബാൻ ഔ കുല്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ഒന്നുകിൽ മുഴുവൻ, റമളാനിന് തൊട്ട് മുമ്പത്തെ 1, 2, 3 ദിവസം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇടക്ക് നോമ്പെടുക്കാറുണ്ടായിരുന്നു ശഅബാൻ മാസത്തിൽ. ചില മാസങ്ങളിൽ, ചില ശഅബാനുകളിൽ അദ്ദേഹം അതിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കാറുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഒരു കൊല്ലത്തെ പ്രവർത്തനങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, അവസാനത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ അവസാനമായി ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഗൗരവപൂർവ്വം നമ്മളെ ജീവിതത്തിൽ പരിഗണിക്കും. മറ്റേത് കൽപ്പനകളും അത്ര ഗൗരവം നമ്മൾ കൊടുത്തില്ലെങ്കിലും അവസാനത്തെ വാചകത്തിന് ഒരു ഗൗരവമുണ്ട്. അള്ളാഹിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്ത അവസാനത്തെ അമല് എന്ന് പറയുമ്പോൾ ശഅബാൻ മാസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നോമ്പുകളാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. അതുകൊണ്ട് ഈ മാസം നമ്മൾ പരമാവധി നോമ്പെടുക്കണം. പരമാവധി ഈ മാസത്തെ നമ്മൾ അമലുകൾ കൊണ്ട് ധന്യമാക്കണം. അതേസമയം ഈ ശഅബാൻ മാസത്തിൻ്റെ പകുതിയിൽ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രാത്രി നിസ്കാരവും പകല് ഒരു ബറാഅത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക നോമ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത്തരം ബിദ്അത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ശഅബാൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഇന്നോ നാളെയോ ഒക്കെ തുടങ്ങി ഒരുപാട് നോമ്പുകൾ എടുക്കേണ്ട മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പരസ്യമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുടെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സഹായങ്ങളും നേതൃത്വവും നൽകിയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം അള്ളാഹു എല്ലാ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതുഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.